നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. NSS നിലപാട് മാറ്റത്തിൽ വേണമെങ്കിൽ മധ്യസ്ഥതയ്ക്ക് മുൻകൈയെടുക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഇക്കാര്യം പറഞ്ഞത്. രാഷ്ട്രീയപരമായ നീക്കുപോക്കുകൾക്കും ചർച്ചകൾക്കും സമയമുണ്ട്. തിരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ട്. കേരളത്തിന്റെ ഭാവിയാണ് പ്രധാനം. വേണമെങ്കിൽ മധ്യസ്ഥതയ്ക്ക് ലീഗ് മുൻകൈയെടുക്കും. ചർച്ച ചെയ്യേണ്ടിടത്ത് ചർച്ച ചെയ്യും. UDF-നെ ശക്തിപ്പെടുത്തലാണ് ലീഗിന്റെ ലക്ഷ്യമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. കോഴിക്കോട് കോരപ്പുഴ പാലത്തിനു സമീപം സ്വകാര്യ ബസ് ലോറി ഇടിച്ച് 15-ലധികം പേർക്ക് പരിക്ക്. ഉച്ചയ്ക്ക് 1:30-ഓടെയാണ് അപകടം. അമിത വേഗതയിലെത്തിയ ബസ് നിയന്ത്രണം വിട്ട് ടിപ്പർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ടിപ്പർ ലോറി റോഡരികിൽ മറിഞ്ഞു. ട്രെയിനിൽ കഞ്ചാവ് കടത്തിയ കേസിൽ ബംഗാൾ സ്വദേശിക്ക് 3 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ചുമത്തി. പശ്ചിമ ബംഗാൾ നാദിയ ജില്ലയിലെ ബിധാൻപാലി കല്യാണി സ്വദേശിയായ മുഹമ്മദ് ജുൽഫിക്കറിനെയാണ് മഞ്ചേരി NDPS കോടതി ശിക്ഷിച്ചത്. രാജസ്ഥാനിലെ ബിൽവാരയിൽ കാട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ 15 ദിവസം പ്രായമായ കുഞ്ഞിനെ കണ്ടെത്തിയ കേസിൽ മാതാവിനെയും മുത്തച്ഛനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറ്റോർഗഡ് ജില്ലയിലെ ബൈൻഡ്രോഗഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് 22-കാരിയായ അമ്മയെയും മുത്തച്ഛനെയും മണ്ഡൽഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കായംകുളത്ത് 4.5 വയസ്സുകാരനെ ചട്ടുകം കൊണ്ട് പൊള്ളലേൽപ്പിച്ചെന്ന കേസിൽ മാതാവ് അറസ്റ്റിൽ. കുട്ടിയുടെ മുത്തശ്ശി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. കുട്ടി ദോശക്കല്ലിൽ ഇരുന്നപ്പോൾ പൊള്ളലേറ്റെന്നാണ് മാതാവ് പറഞ്ഞിരുന്നത്. പൊള്ളലേറ്റ കുട്ടിയെ മാതാവ് തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സംശയം തോന്നി ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഓപ്പറേഷൻ നുങ്ഖോർ പരിശോധനയുടെ ഭാഗമായി നടൻ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വാഹനം കസ്റ്റംസ് കണ്ടെത്തി. കൊച്ചിയിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് ദുൽഖർ സൽമാന്റെ നിസാൻ പെട്രോൾ കാർ കസ്റ്റംസ് കണ്ടെത്തിയത്. രേഖകളിൽ വാഹനത്തിന്റെ ഫസ്റ്റ് ഓണർ ഇന്ത്യൻ ആർമി എന്നാണുള്ളത്. ഹിമാചൽ സ്വദേശിയിൽ നിന്നാണ് ദുൽഖർ വാഹനം വാങ്ങിയെന്നതാണ് രേഖ. മധ്യപ്രദേശിൽ 5 വയസ്സുകാരനെ അമ്മയുടെ മുന്നിൽ വെച്ച് തലയറുത്ത് കൊലപ്പെടുത്തി. മധ്യപ്രദേശിലെ ദർ നഗരത്തിനടുത്തുള്ള ഗ്രാമത്തിലാണ് സംഭവം. 5 വയസ്സ് പ്രായമുണ്ടായിരുന്ന വികാസ് എന്ന കുട്ടിയാണ് കൊല്ലപ്പെട്ടത്. ആക്രമിയെ തടയുന്നതിനിടെ അമ്മയ്ക്കും വെട്ടേറ്റു. നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ പ്രതിയെ മർദ്ദിച്ചു. ഇയാളെ പിന്നീട് പോലീസിന് കൈമാറിയെങ്കിലും ആശുപത്രിയിലെത്തും മുൻപ് മരിച്ചു. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.